ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന എന്ന് കണ്ടു. ഏവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ലാബിസ്റ്റൻ്റെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് നിൽക്കുകയായിരിക്കും. ലാബിസ്റ്റൻ്റെ പരീക്ഷ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, സെക്രട്ടേറിയറ്റ് ആ ഒരു റേഞ്ചോ ചിലപ്പോൾ അതിൽ താഴെ നിൽക്കുന്നൊരു പരീക്ഷയാവാം. എന്തായാലും നന്നായിട്ട് എഴുതുക. നന്നായിട്ട് എഴുതിയിട്ട് വന്നിട്ട് അടുത്ത മെയിൻ പരീക്ഷ ASM ആണ്. 10th ലെവൽ മെയിൻ പരീക്ഷ ASM ആണ്. അപ്പോൾ ASMലേക്ക് വരുമ്പോൾ നമ്മളെ വർക്കൗട്ടിന് ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. സബ്ജക്റ്റ് വൈസുള്ള വർക്കൗട്ടിലായിരിക്കും ഇനി വരാൻ പോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ സബ്ജക്റ്റ് വൈസുള്ള വർക്കൗട്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, ഇതിലിപ്പം ഇമ്പോർട്ടൻ്റ് ആക്സിൽ ഞാൻ 10 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, ഹിസ്റ്ററിയിൽ 10 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, ജോഗ്രഫിയിലെ 10 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ 10 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്, എക്കണോമിക്സ് 10 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ഓരോന്നിനും എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇമ്പോർട്ടൻ്റ് ആക്സിൽ എത്രണ്ണം ശരിയായി, നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. അത് മസ്റ്റായിട്ട് എൻ്റെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈ ഒരു ലഭിച്ച മാർക്ക്. ഓക്കെ, സോ കൂടുതൽ നിങ്ങൾക്ക് പറയില്ല, നന്നായി പഠിക്കുക. എക്സാമിന് ഇനി ഒരു 40 ദിവസത്തോളമേ ഉള്ളൂ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന്. ഈ ഒരു വർക്കൗട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ മാത്രമല്ല, ഇപ്പം ഫയർമാൻ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ, CPO WCPO എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ, അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ഫിലിംസും അതുപോലെ തന്നെ ഡിഗ്രി മെയിൻസും എഴുതാൻ പോകുന്ന കുട്ടികൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും കേട്ടോ. ഒരു എക്സാം മാത്രം ഫോക്കസ് ചെയ്തില്ല. എന്നത്തെ പോലെ ഞാൻ നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആക്സിൽ 10 ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. കഴിയുമ്പോൾ എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം അത് കമൻറ്റ് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആക്സ് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി, അങ്ങനെ ഓരോ സബ്ജക്റ്റും അത് എടുത്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ വർക്കൗട്ട് ഈ രീതിയിൽ മതിയോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് പഴയ പോലെ നമുക്ക് മിക്സായിട്ട് മതിയോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏതാണോ പറയുന്നത് നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം, പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയെന്നാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി 50 ലക്ഷമാണ് കേട്ടോ. 2021 പുതിയ ഒരു ചട്ടം കൊണ്ടുവന്നു. 2020 പുതിയ ചട്ടം കൊണ്ടുവന്നത് പ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി 50 ലക്ഷമാണ്. ഓക്കെ, ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള ക്ലാസ് 10th മെയിൻസ് പ്ലേലിസ്റ്റിൽ ഫസ്റ്റ് വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. അത് കണ്ട് പഠിച്ചാൽ മതി. അടുത്ത്, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്നാണ് ചോദ്യം. പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്നും പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കി ലഭിക്കാവുന്ന ശിക്ഷ. ഇത് നമ്മൾ 1989 SC/ST അട്രോസിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. ഓക്കെ, ഇതും ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള ക്ലാസ് ഉണ്ട്, അത് വേണമെന്നുള്ളവർ കണ്ടു നോക്കുക. ഓപ്ഷൻ B ആണ് 6 മാസം മുതൽ 5 വർഷം വരെ തടവ്. 6 മാസം മുതൽ 5 വർഷം വരെ തടവ് എന്നതാണ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുന്നത് കുട്ടികളെ വരുന്നത് കേട്ടോ. നോക്കിയിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ് ചോദ്യം. ഏതാ കുട്ടികളെ? വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതിൽ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിക്കാവുന്നതാണ്. കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടുള്ള കാര്യങ്ങൾ ലഭിക്കത്തില്ല. ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപ വിവരങ്ങളും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ലഭിക്കത്തില്ല. സോ ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി പുതുതായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന കുട്ടികൾ വീഡിയോ പൗസ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. അടുത്ത, പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത്? പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വളരെ ഓപ്ഷൻ D ആണ്. ഓപ്ഷൻ D സെക്ഷൻ 14 സെക്ഷൻ 14 ആൻസർ ആയിട്ട് വരുന്നത്. സെക്ഷൻ 14 ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇതെല്ലാം ആ പ്ലേലിസ്റ്റിൽ ക്ലാസ് ഉണ്ട്, കണ്ടു നോക്കുക. അടുത്ത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം ഓപ്ഷൻ C ആണ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും കേട്ടോ. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുക എന്നതാണ് CCPA അല്ലെങ്കിൽ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ C ആണ് കേട്ടോ. അടുത്ത ചോദ്യം,
DV നിയമത്തിലെ ഈ DV നിയമം ഉദ്ദേശിക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട് ആണ്. 2005 ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട് ആണ്. DV നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത് എന്ന് കേട്ട് കഴിഞ്ഞാൽ വകുപ്പ് 3 ആണ്. ഓപ്ഷൻ ബി ആണ് ഈ ഗാർഹിക പീഡനത്തെ എന്ത് ചെയ്യുന്നത് നിർവചിക്കുന്നത്. സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണുള്ളത്? ഈ വിവരാവകാശ കമ്മീഷന്റെ അധികാരം നിങ്ങൾ നോക്കി വെച്ചോണം. കമ്മീഷന്റെ അധികാരമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇനി ധാരാളം വരും. നമുക്ക് ക്ലിയർ ആണ്, ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങൾ, നമ്മുടെ ഇദ്ദേഹത്തിന്റെ അതായത് വനിതാ കമ്മീഷന്റെ അധികാരങ്ങൾ, അതൊക്കെ ചോദിക്കും കേട്ടോ. കമ്മീഷനും അവരുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരിക്കുക. വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. ഇത് കമ്മീഷന്റെ അധികാരം തന്നെയാണ്. വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. അത് വരുന്നുണ്ട്. ഓപ്ഷൻ എഴുതരുത്, ബാക്കി വായിച്ചു നോക്കണം. രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഓക്കെ, അതും വരുന്നുണ്ട്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിൻ്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക, അതും വരുന്നുണ്ട്. ഓപ്ഷൻ സിയും ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം കേട്ടോ. സെക്ഷൻ 18 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 18 ഈ കമ്മീഷന്റെ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷണർമാരുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് കേട്ടോ. സെക്ഷൻ 18 അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെച്ചോണം. ഇതെല്ലാം ചോദിക്കും കേട്ടോ, വീണ്ടും ചോദ്യം വരും. അടുത്ത്, ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അടുത്ത്, ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം നേടാനാകും? ഓക്കെ, അത് നോക്കുകയാണെങ്കിൽ സംരക്ഷണ ഉത്തരവുകൾ, താമസ ഉത്തരവുകൾ, പണ ആശ്വാസം, അതായത് ഈ പറഞ്ഞ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മുകളിൽ പറഞ്ഞവയെല്ലാം ഓക്കെ, ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ആൻസർ ആയിട്ട് വരും കേട്ടോ. അടുത്ത്, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷയെക്കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1 വർഷം വരെ തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും. സംരക്ഷണ ഉത്തരവ് ലംഘിച്ചാലും അതുപോലെ തന്നെ സംരക്ഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കടമയിൽ വീഴ്ച വരുത്തിയാലും ഈ ശിക്ഷയാണ്. സംരക്ഷണ ഉത്തരവ് ലംഘിച്ചാലും അതുപോലെ തന്നെ സംരക്ഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കടമയിൽ വീഴ്ച വരുത്തിയാലും ഈ ശിക്ഷയാണ്. 1 വർഷം വരെ തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും. ഓക്കെ, അത് രണ്ടും പഠിച്ചോണേ. അപ്പം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലോസിലെ അതായത് സുപ്രധാന നിയമങ്ങളിലെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അത് ആദ്യം നോക്കുക കേട്ടോ. അതിൽ എത്ര തെറ്റി എത്ര മാർക്ക് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെ പോയത് ഇവിടെ പിടിക്കാൻ ശ്രമിക്കുക കേട്ടോ, ഹിസ്റ്ററി പിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ് കുട്ടികളെ? റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. അടുത്ത്, താഴെ പറയുന്നവയിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് എന്നാണ് ചോദ്യം. AV കുട്ടിമാളു അമ്മ ഭാഗമായിരുന്നു, അക്കമ്മ ചെറിയൻ ഭാഗമായിരുന്നു, ആനി മസ്കറിന് ഭാഗമായിരുന്നു. ഭാഗമല്ലാത്തത് ഓപ്ഷൻ ബി ടി സുനന്ദാമ്മയാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, സന്യാസന്റെ തത്വങ്ങൾ ഏവ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. ഇത് ഞാൻ മറ്റേ ജസോദേ എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ കമ്പൻഷൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാൻ വയ്യ. ജസോദേ എന്നാണ് എൻ്റെ കോഡ്. നമ്മളെ മറ്റേ ജഗതി ശ്രീകുമാർ നമ്മുടെ മേലെപ്പറമ്പ് ആൺവീട് ആ സിനിമയിൽ മറ്റേ കുളത്തിൽ കുളിക്കാൻ ചാടുന്നതിന് മുമ്പായിട്ട് യശോദേ, അതുപോലെ ജസോദേ എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സന്യാസൻ, ജസോദേ, ജനാധിപത്യം, സോഷ്യലിസം, ദേശീയത. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3. ഓക്കെ, ഈസി ക്വസ്റ്റ്യനാണ്. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണെന്ന് ചോദ്യം. ഇതൊക്കെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നാങ്കിങ് ഉടമ്പടി. നാങ്കിങ് ഉടമ്പടി. ഈ കറുപ്പ് യുദ്ധം നമ്മളെ ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആൻസർ ഏതാണ് കുട്ടികളെ? നാങ്കിങ് ഉടമ്പടിയാണ് ആൻസർ. അടുത്ത്, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. എങ്ങനെയാണ്? രണ്ട് പ്രസ്താവനയും ശരിയാണോ രണ്ടും തെറ്റാണോ? എന്താണ് ആൻസർ?
ഇവിടെ നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ വ്യത്യസ്തമാണ്, ശരിയാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങളെ എതിർക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. കിട്ടിയല്ലോ എല്ലാവർക്കും. അടുത്ത താഴെ പറയുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഈ UN-ന്റെ ലക്ഷ്യങ്ങൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്, പഠിച്ചിരിക്കുക കേട്ടോ. ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക UN-ന്റെ ലക്ഷ്യമാണ്. അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാവുക UN-ന്റെ ലക്ഷ്യമാണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തു സൂക്ഷിക്കുക UN-ന്റെ ലക്ഷ്യമാണ്. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ലക്ഷ്യമാണ്. അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. സോ ഇവിടെ ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും. അടുത്ത താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ് ചോദ്യം. റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ് ശരിയാണ്. ഏപ്പിൾ തെസീസ് VL ലെനിൻ ശരിയാണ്. സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ തെറ്റാണ്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന പുസ്തകം എഴുതിയത് മൊണ്ടസ്ക്യൂ ആണ് കേട്ടോ. മൊണ്ടസ്ക്യൂ ആണ് സ്പിരിറ്റ് ഓഫ് ലോ എന്ന പുസ്തകം, അല്ലെങ്കിൽ നിയമങ്ങളുടെ അന്തസ്സത്ത എന്ന പുസ്തകം എഴുതിയത് മൊണ്ടസ്ക്യൂ ആണ്. ലോങ് മാർച്ചും ആവേശത്തെങ്ങ് ശരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തെറ്റായ ജോഡി ഓപ്ഷൻ എ 3 മാത്രമാണ് കേട്ടോ. 3 മാത്രം. ഇത് കുറച്ച് പേരെയും ബുദ്ധിമുട്ടിച്ചിട്ടുള്ളൊരു ചോദ്യമായിരിക്കും കേട്ടോ. അടുത്ത് താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന ചോദ്യം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു, ശരിയാണ്. 1988 ജനുവരി 20 അന്തരിച്ചു, അതും ശരിയാണ്. 1987 ഭാരതരത്ന ലഭിച്ചു, അത് ശരിയാണ്. ഖുദായ് ഖിദ്മത്ഗർ എന്ന സംഘടന രൂപീകരിച്ചു. ഖുദായ് ഖിദ്മത്ഗർ എന്ന സംഘടന രൂപീകരിച്ചു. ക്ലിയർ ആണല്ലോ പിള്ളേരെ. ഇത് നിങ്ങൾക്ക് ഇനിയിപ്പം ഇദ്ദേഹം 1988 ജനുവരി 20 അന്തരിച്ചത് എന്ന പോയിന്റ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിർത്തി ഗാന്ധി എന്നുള്ള പോയിന്റും 1987 ഭാരതരത്ന ലഭിച്ചു എന്നുള്ള പോയിന്റും 1ഉം 3ഉം ശരിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. 1ഉം 3ഉം വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡിയിൽ മാത്രമല്ലേ 1ഉം 3ഉം വരുന്നുള്ളൂ. എല്ലാം എന്നുള്ള ഓപ്ഷനിൽ മാത്രമേ 1ഉം 3ഉം വരുന്നുള്ളൂ. പിന്നെ ഖുദായ് ഖിദ്മത്ഗർ ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഖുദായ് ഖിദ്മത്ഗർ അദ്ദേഹത്തിന്റെ സംഘടനയാണെന്ന്. പക്ഷേ ഈ ഡേറ്റ് നിങ്ങൾ വെച്ചോ, വീണ്ടും ചോദ്യം വരും കേട്ടോ. ഈ ഡേറ്റ് 88 ജനുവരി 20. അടുത്ത സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയെന്നാണ് ചോദ്യം. ഇത് രൂപീകരിച്ചത് 1953, ശരിയാണ്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെട്ടു, തെറ്റാണ്. ഷാ കമ്മീഷൻ ഇതല്ല. അടുത്ത് ഫസൽ അലി HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു, ശരിയാണ്. ഫസൽ അലി HN കുൻസ്രു. പിന്നെ ഒരു മലയാളി ഉണ്ടായിരുന്നു, സർദാർ KM പണിക്കർ. അടുത്ത് ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്, ശരിയാണ്. അപ്പം 1, 3, 4 ഓപ്ഷൻ ഡി 1, 3, 4 ആൻസർ ആയിട്ട് വരുന്നത്. ഇത് എളുപ്പമുള്ള ഓപ്ഷനാണ്. അടുത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഓക്കെ, മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് കേട്ടോ. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേരണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നത്? ഇതൊരു തെറ്റായ പ്രസ്താവന. നമ്മുടെ SCRT-ലുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ പറയുന്ന മൗണ്ട് ബാറ്റൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷൻ നിയമിക്കുന്നതാണ്, ശരിയാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷൻ നിയമിക്കുന്നതാണ്, ശരിയാണ്. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്, അതും ശരിയാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്, അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ 1 മാത്രമേ തെറ്റായിട്ടുള്ളൂ കേട്ടോ. ഓപ്ഷൻ എ 1 മാത്രമേ തെറ്റായിട്ടുള്ളൂ. പക്ഷേ ഇത് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് തോന്നേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹിസ്റ്ററിയും കഴിഞ്ഞിരിക്കുകയാണ്. ഹിസ്റ്ററിയിൽ എത്ര മാർക്ക് സ്കോർ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാം കിട്ടിക്കാണും നിങ്ങൾക്ക്. സോ നമ്മൾ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യണേ. താഴെ പറയുന്ന തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിൽ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്, തെറ്റ്. ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്, ശരി. ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയാണ്, അത് തെറ്റാണ്. ഗ്രാനൈറ്റ് എന്താണ് പിള്ളേരെ? ആഗ്നേയ ശിലയാണ്, ലാഗ്നേയ ശിലയാണ് ഗ്രാനൈറ്റ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു, അത് ശരിയാണ്. നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. അപ്പോൾ 1, 3 ഇവിടെ തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ 1, 3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എളുപ്പമുള്ള ഓപ്ഷനാണ്. അടുത്ത താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ശരി.
തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. തമിഴ്നാട് കൂടംകുളം ആണവ നിലയമാണ്. അപ്പോൾ തെറ്റാണ് കേട്ടോ, സോറി തെറ്റാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദ്, അത് തെറ്റാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദി, അത് ശരിയാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. 1, 4 ഓപ്ഷൻ സി ആണ്. 1, 4 എന്നിവ ഓപ്ഷൻ സി ആണ്. 1, 4 എന്നിവ. ഓക്കെ അല്ലേ? 1, 4 അല്ലേ? 1, 4 ഓക്കെ 1, 4. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്നത് ഹരിക്കെയിനുകൾ എന്നാണ്. ഹരിക്കെയിൻ എന്നാണ്. ഓക്കെ, ഈ ചുഴലിക്കാറ്റുകൾ പഠിക്കാൻ ഒരു കണക്ഷൻ കോഡുണ്ട്, ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തു തരാം. ഓക്കെ, അടുത്ത താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം അഗുൽഹാസ് പ്രവാഹമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? 0 ഡിഗ്രി രേഖാംശ രേഖയാണ് പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത്. ഗ്രീൻവിച്ച് അല്ലേ? ഗ്രീൻവിച്ച് ഏത് രാജ്യത്തെന്ന് അറിയോട്ടില്ലേ? ഗ്രീൻവിച്ച് ഇംഗ്ലണ്ടിലാണ് കേട്ടോ, ഇംഗ്ലണ്ടിലാണ്. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽനിനോ പ്രതിഭാസം ബാധിക്കുന്നത് തെക്കേ അമേരിക്കൻ പ്രദേശങ്ങളിലാണ് ബാധിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ആനർ ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? താപ്തി. ഓപ്ഷൻ ഡി, താപ്തി നദിയുടെ പ്രധാന പോഷക നദികളാണ് ആനർ ഗിർന എന്നിവ കേട്ടോ. ഓക്കെ, അടുത്ത പ്രസ്താവന 1, സമമർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. തെറ്റാണ്. സമമർദ്ദരേഖകൾ അതായത് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കുറവായിരിക്കും. മർദ്ദച്ചെരിവ് കുറവായിരിക്കും. അകലം കുറവാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും. അടുത്ത പ്രസ്താവന 2, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. എന്താണ് ആൻസർ? അറിയോ നിങ്ങൾക്ക്? മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം കോറിയോലിസ് ബലം ധ്രുവപ്രദേശങ്ങളാണ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. മധ്യരേഖാ പ്രദേശങ്ങളിൽ കോറിയോലിസ് ബലം എന്താണ് കുട്ടികളെ? കുറവാണ്. അപ്പം ഓർത്തിരിക്കുക. അപ്പോൾ ഓപ്ഷൻ 2 പ്രസ്താവന 2 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആൻസർ വരും. പ്രസ്താവന 2 നമുക്ക് ശരിയായ പ്രസ്താവനയിലേ വേണ്ടത്. പ്രസ്താവന 2 ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത് കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ച് വരുന്ന കാർഷിക സമ്പ്രദായം തീവ്ര ഉപജീവന കൃഷിയാണ്. ഓപ്ഷൻ എ, തീവ്ര ഉപജീവന കൃഷിയാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് പഠിച്ചോണേ. അടുത്ത് തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖലയാണ് മസ്കരീൻ ഹൈ. അതേപോലെ മസ്കരീൻ ഹൈ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമതലത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായിട്ടുള്ള ഉച്ചമർദ്ദ മേഖലയാണ് മസ്കരീൻ ഹൈ. അപ്പം ജോഗ്രഫിയും കഴിഞ്ഞിരിക്കുന്നു. ജോഗ്രഫി 1-2 ചോദ്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ച് കാണും. ഓക്കെ, എന്നാലും എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെയാണ്? നമ്മൾ സുപ്രീം കോടതി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ലീഗൽ സർവീസ് അതോറിറ്റി. ഈ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട്. സെക്രട്ടറി അസിസ്റ്റന്റ് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെ എന്നാണ് ചോദ്യം. സ്ത്രീകൾക്ക്, വ്യവസായശാലയിലെ തൊഴിലാളികൾക്ക്, ഭിന്നശേഷിക്കാർക്ക് നൽകുന്നു. ഓപ്ഷൻ ഡി ആണ്. ഓൾ ദ എബോ ആണ് ആൻസർ. അടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. തെറ്റ്. സഭയിൽ ഉണ്ടായിരുന്നത് 8 കമ്മിറ്റികളാണ്. ഈ കമ്മിറ്റികളെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, ഭരണഘടനാ കമ്മിറ്റികൾ. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. അത് ശരിയാണ്. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് സുതാര്യമായിരുന്നു എന്ന വാക്കിട്ട് ചോദിക്കാറുണ്ട്. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ സുതാര്യമായിരുന്നു അങ്ങനെ ചോദിച്ചാലും പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു എന്ന് ചോദിച്ചാലും രണ്ടും ശരി തന്നെയാണ്. അപ്പോൾ 2, 3 ശരിയായിട്ട് വരും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഈ കമ്മിറ്റിയുടെ എണ്ണം 8 ആണെന്ന് അറിയാമെങ്കിൽ, അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, കാരണം 1 ഉണ്ട്. ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഉത്തരവെടുക്കാം. ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ
പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ആ പോയിന്റ് അറിയാത്തവർക്ക് ആ ഒരു കമ്മിറ്റികളുടെ എണ്ണം 8 ആണെന്നുള്ള കാര്യം, പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെ 8 ആണെന്നുള്ള കാര്യം അറിയാമെങ്കിൽ ഉത്തരവെടുക്കായിരുന്നു, എലിമിനേഷൻ ചെയ്യായിരുന്നു. അടുത്ത, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളിൽ ശരിയെന്നാണ് ചോദ്യം. നിർദ്ദേശക തത്വങ്ങൾ നമുക്കറിയാം. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്, അല്ലേ? അയർലാൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്നത്. സോ അത് തെറ്റാണ്. അപ്പോൾ ഒന്ന് തെറ്റാകുമ്പോൾ തന്നെ ഓപ്ഷൻ ബി കളയാം, ഓപ്ഷൻ എ നമുക്ക് കളയാം, ഓപ്ഷൻ ഡിയും നമുക്ക് കളയാം. ഓക്കെ, അതിൽ ഓൾ ദേ എന്ന് പറയുമ്പോൾ 1 വരുന്നുണ്ട്, ഇവിടെ 1 3 എന്ന് പറയുമ്പോഴും 1 ഉണ്ട്, പിന്നെ അത് ഓപ്ഷൻ ഡിയിൽ 1 ഉണ്ട്. അപ്പോൾ ആൻസർ ഏതവരുടെ ഓപ്ഷൻ സി ആണ്, only 2 and 3. ഓക്കെ, അതായത് മൗലിക അവകാശങ്ങൾ നമ്മൾ കടമെടുത്തിരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ 2ഉം 3ഉമാണ് ശരി. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. കേവല ഭൂരിപക്ഷവും ആനുപാതിക പ്രാതിനിധ്യവും ക്ലാസ് ഇട്ടിട്ടുണ്ട്, ചാനലിൽ പോയി നോക്കുക. ആ പ്ലേലിസ്റ്റ് 10th മെയിൻസ് പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ശരിയാണ്. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. അത് തെറ്റാണ്. അത് ആനുപാതിക പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനിലാണ് അത് വരുന്നത് കേട്ടോ. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ശരിയാണ് കേട്ടോ. അപ്പം 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ വരും, 1ഉം 3ഉം ശരി. ഓക്കെ, നല്ല ചോദ്യമാണ്. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടും. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ശരിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മറ്റംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത്. അതും ശരിയാണ്. തുല്യ അധികാരവും തുല്യ ശമ്പളവും ഒക്കെയാണ് ഇവർക്കുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്, നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നതൊക്കെ ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ്. അപ്പോൾ 1 2 3 ഓപ്ഷൻ ഡി, ഓൾ ദ എബോ, 1 2 3 അതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്ത്, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. അതും ശരിയാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്. അതും ശരിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളിപ്പോൾ ഇലക്ട്രൽ കോളേജാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ഇപ്പോൾ രാഷ്ട്രപതിയുടെ, അതായത് പ്രസിഡന്റിന്റെ ഇലക്ട്രൽ കോളേജിൽ രാജ്യസഭയിലെയും ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ആ ഒരു ഇലക്ട്രൽ കോളേജിൽ ഉള്ളതും. അവരാണ് രാഷ്ട്രപതി തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി ആകുമ്പോൾ, വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ അവിടെ ലോകസഭയിലെയും അതുപോലെ രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളാണ്. അവിടെ സംസ്ഥാന MLA-മാർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വ്യത്യസ്തമാണെന്ന്. പക്ഷേ ഇവർ രണ്ടുപേരും തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെ, അല്ലെങ്കിൽ സമ്പ്രദായം എങ്ങനെ നേട്ടി കഴിഞ്ഞാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായ പ്രകാരമാണ്. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായ പ്രകാരമാണ് ഇവരെ രണ്ടുപേരെയും എന്ത് ചെയ്യുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഓൾ ദ എബോ. ഇത് ഒരുപാട് ആൾക്കാർക്ക് തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാം വന്നപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. 12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 73ാം ഭേദഗതി 11ാം ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12ാം ഷെഡ്യൂളിൽ 74ാം ഭേദഗതിയാണ്. സോ ഇവിടെ തെറ്റ്, രണ്ടാമത്തെ തെറ്റ്. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയായ പ്രസ്താവനയില്ല. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമത്തെ തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനിലിടാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഇ ഡി എന്ന് പറയുന്ന സാധനമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ. സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. ശരി. ധനകാര്യ മന്ത്രാലയത്തിന്റെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ശരി. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടർ ചുമതല വഹിക്കുന്നത്. അതും ശരി. അപ്പോൾ 1 2 3 ഓപ്ഷൻ സി ആണ്, ഓൾ ദ എബോ. 1 2 3 1 2 3. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്. ശരിയാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ശരിയാണ്. മുഖ്യമന്ത്രി പറയുന്ന ആൾക്കാരെയാണ് മന്ത്രിസഭയായിട്ട് ആര് നിയമിക്കുന്നത്? ഗവർണർ നിയമിക്കുന്നത്.
മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. തെറ്റാണ്. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം വരുന്നത് നിയമസഭയോടാണ് കേട്ടോ. സംസ്ഥാന മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം നിയമസഭയോടും കേന്ദ്ര മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ലോകസഭയോടുമാണ്. ആ പോയിന്റ് ഓർത്തിരിക്കുക. സംസ്ഥാന മന്ത്രിസഭയ്ക്കാണെങ്കിൽ നിയമസഭയോടും കേന്ദ്ര മന്ത്രിസഭയ്ക്കാണെങ്കിൽ ലോകസഭയോടുമാണ്. ഓക്കെ, അപ്പം ഇവിടെ ആൻസർ 1, 1, 2 ഓപ്ഷൻ ഡി ആണ്. ഓൺലി 1 and 2. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്, അല്ലേ? സെൻട്രൽ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഉപദേശപ്രകാരം പ്രസിഡന്റ് തന്നെയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. തെറ്റാണ്. ഭരണകാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഗവർണറെ സഹായിക്കുന്നു. അതാണ് ശരിയായ പ്രസ്താവന. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. അത് ശരിയാണ്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. അത് ശരിയാണ്. അപ്പം 1, 3 ശരിയാണ്. അപ്പോൾ 1, 3 ശരി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓൺലി 1 and 3. സോ നമ്മൾ സിവിക്സ് ആൻഡ് എക്കണോമിക്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്ത് എക്കണോമിക്സിലെ 10 ചോദ്യങ്ങൾ. ഓക്കെ, കുറേ ആൾക്കാരൊന്നും ഇത്രയും എത്തിക്കാണതില്ല. അവർ കുറച്ച് നേരം ചെയ്തിട്ട് അവർ പോകും. ഓക്കെ, അപ്പോൾ പോണവരങ്ങനെ പോട്ടെ. നിങ്ങൾ ചെയ്യുന്നവർ കംപ്ലീറ്റ് ചെയ്യണം. ഈ തരുന്നത് നിങ്ങൾ യൂസ് ആക്കുക കേട്ടോ. ഓക്കെ, 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ, ഓക്കെ, വിദേശ കടത്തിലെ പ്രതിസന്ധി മറികടക്കാനായിട്ട് നമ്മൾ സ്വീകരിച്ച അടിയന്തര നടപടി ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ വിദേശ കറൻസിക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എന്ത് ചെയ്തു? കുറയ്ക്കുകയാണ് ചെയ്തത്. ഇതിങ്ങനെ പഠിക്കുക. ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി സ്വീകരിച്ച അടിയന്തര നടപടിയാണ് വിദേശ കറൻസിക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. അതായത് വാല്യൂ, ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറച്ചു. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ശരിയല്ലാത്തതാണ് വേണ്ടത്. ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും ഉള്ള വർധനവ് ശരിയാണ്. വരുമാന വർധനവ് ശരിയാണ്. ഗ്രാമീണ അസമത്വം നേട്ടമൊന്നുമല്ല. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി. ഗ്രാമീണ അസമത്വം, തൊഴിൽ വർധനവ് ശരിയാണ് കേട്ടോ. ഗ്രാമീണ അസമത്വം നേട്ടമായി വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? സാമൂഹിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറംകരാർ നൽകൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏവെന്നാണ് ചോദ്യം. വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ ശരിയാണ്. കുറഞ്ഞ വേതന നിരക്ക് അതും ശരിയാണ്. ഇപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പുറംകരാർ നൽകൽ, നമ്മളിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അതിനുള്ള കാരണം അവർക്ക് വേതനം കുറവാണ്. അവർ നമ്മളെക്കാളും എഫിഷ്യൻ്റ് ആയിട്ട് ജോലി ചെയ്യും. അപ്പം വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങളും കുറഞ്ഞ വേതന നിരക്കുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി വരും. 1, 2 ആണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത, ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ ശരിയായിട്ടുള്ളതാണ്. പ്രജനന തൊഴിലില്ലായ്മയുടെ മൂലകാരണം നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് പ്രജനന തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത് കാർഷിക മേഖലയിലാണ്. വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറ അതും ശരിയാണ്. ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് അത് തെറ്റാണ് കേട്ടോ. നമ്മുടെ കാർഷിക രംഗം ഈ പറയുന്ന ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലെന്നൊക്കെ അറിയപ്പെടുന്നെങ്കിലും അത് ദേശീയ വരുമാനത്തിൽ പ്രധാന പങ്ക് കാർഷിക രംഗമല്ല. അത് ഏതാണ് കുട്ടികളെ? നമ്മുടെ സേവന മേഖലയാണ്, അല്ലെ? സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖലയാണ് ഈ പറയുന്ന ദേശീയ വരുമാനത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്നത്. ആരാണ് കുട്ടികളെ? തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖലയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? സ്വയം പദ്ധതിയുടെ സവിശേഷത എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ പിള്ളേരെ വളരെ എളുപ്പമാണ്. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് സ്വയം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നാണ് സ്വയം പദ്ധതി ലക്ഷ്യം കേട്ടോ. ഞാൻ ഇതിൻ്റെ ക്ലാസ്സിൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ് പദ്ധതികളുടെ ഒരു ക്ലാസ്, അതായത് പ്രധാനപ്പെട്ട പദ്ധതികൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടോണം കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം അത് സംസാരിക്കേണ്ടി വരും. ഓക്കെ, അടുത്ത, പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്തെന്നാണ് ചോദ്യം. എന്താ കുട്ടികളെ? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് മുദ്രാ പദ്ധതിയുടെ ലക്ഷ്യം. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് മുദ്രാ പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് കുറച്ച് പദ്ധതികളുണ്ട്.
അതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് ഞാൻ എടുത്തുതരാം. അടുത്ത് താഴെ പറയുന്നതിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ചോദ്യം. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ശരി, റിസർവ് ബാങ്കാണ്. ബാങ്കുകളുടെ ബാങ്ക് റിസർവ് ബാങ്കാണ്. സർക്കാരിൻ്റെ ബാങ്ക് റിസർവ് ബാങ്കാണ്. പാവപ്പെട്ടവൻ്റെ ബാങ്ക് റിസർവ് ബാങ്ക് അല്ല, അത് നബാർഡാണ് കേട്ടോ. പാവപ്പെട്ടവൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് നബാർഡാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തേ. പാവപ്പെട്ടവൻ്റെ ബാങ്കർ എന്നറിയപ്പെടുന്ന ഒരു നൊബേൽ സമ്മാന ജേതാവുണ്ട്. ആരാണ് പാവപ്പെട്ടവൻ്റെ ബാങ്കർ എന്നറിയപ്പെടുന്ന നൊബേൽ സമ്മാന ജേതാവ്? അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോ. പ്രീവിയസ് ചോദ്യമാണ്. താഴെ പറയുന്നതിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് എന്നാണ് ചോദ്യം. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുക, ശരിയാണ്. മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, അതും ശരിയാണ്. വ്യവസായ മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, അതും ശരിയാണ്. ജൈവ കൃഷി ഉപയോഗിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ലക്ഷ്യമല്ല. സോ ആൻസർ ഓപ്ഷൻ എ വരും. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു? ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിൽ പെടുന്നു പിള്ളേരെ? ഓപ്ഷൻ എ ആണ് തൃതീയ മേഖല. തൃതീയ മേഖല ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ തൃതീയ മേഖലയിൽ വരുന്ന വിഷയങ്ങളാണ് കേട്ടോ. ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ താഴെ പറയുന്നതിൽ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? പ്രധാനപ്പെട്ട കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട കാര്യവും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. റിസർവ് ബാങ്കിൻ്റെ രൂപീകരണമാണ്. റിസർവ് ബാങ്കിൻ്റെ രൂപീകരണമാണ് ആൻസർ കേട്ടോ. ഓക്കെ, സോ നമ്മൾ 50 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. 5 വിഷയങ്ങളിൽ നിന്നുള്ള 50 ചോദ്യങ്ങളാണ്. നിങ്ങൾ എത്ര പേര് ഇതുവരെ എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ച് ആൾക്കാർക്ക് കുറച്ച് സമയം കണ്ടിട്ട് കളഞ്ഞിട്ട് പോകും. ഓക്കെ, കാരണം ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ താല്പര്യമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ ചെയ്യണം ഇങ്ങനെ കുറേശ്ശെ പഠിച്ചാൽ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ്. നോ, ഇനി അങ്ങോട്ട് എക്സാമിന് മുമ്പ് നിങ്ങൾ ക്വസ്റ്റ്യൻ എടുക്കുക, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ട് അതുമായി റിലേറ്റ് ചെയ്ത ഫാക്ട് പഠിക്കുന്നത് നല്ലത്. അല്ലാതെ ഒരു ടെക്സ്റ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ എടുത്തിട്ടോ സൈഡിൽ നിന്ന് പഠിച്ചു തുടങ്ങാന്ന് വെച്ചാൽ നടക്കത്തില്ല, സമയം വളരെ കുറവാണ്. സോ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കുക, പുതിയ രീതിയിലെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും ഇനി അങ്ങോട്ട് ബെറ്റർ. ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ പഠിക്കുക. സോ മാർക്ക് കമൻറ്റ് ചെയ്യുക. ഓരോന്നിൻ്റെയും മാർക്ക്, ഓരോന്നിൻ്റെ എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം. ടോട്ടൽ മാർക്ക് കമൻറ്റ് ചെയ്യണം. സോ അടുത്ത വീഡിയോ കാണാം. ഈ വർക്കൗട്ട് ഇങ്ങനെ മതിയോ അതോ പഴയ പോലെ മിക്സായിട്ട് മതിയോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണാം.